നമസ്കാരം. വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവ്, വിമർശകർ പപ്പു എന്നൊക്കെ വിളിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതമൊട്ടാകെ നടന്ന് പറയുന്നൊരാശയമാണ് ജാതി ജാതി ജാതി. വാ തുറന്നാൽ അദ്ദേഹം ജാതിയെക്കുറിച്ചേ പറയുകയുള്ളൂ. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അദ്ദേഹത്തിന് സുഖകരമല്ലാത്ത ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് വരെ അവരുടെ ജാതി ചോദിക്കുന്ന സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രേക്ഷകർ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. തത്വമയി ന്യൂസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയെ വിമർശിച്ചിട്ടുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു രീതി, അതും ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതി കാലങ്ങളായി കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന, കമ്മ്യൂണിസ്റ്റുകാരും അനുവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇത്ര പരസ്യമായി ഒരു ജാതി സെൻസസിൻ്റെ പേരിലാണ് തുടങ്ങിയത്. പക്ഷേ ജാതി സെൻസസ് എല്ലാം ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെ ഈ ജാതി ജാതി ജാതി, അതും ഒരു മെറിറ്റിനപ്പുറത്തേക്ക് ജാതി മാത്രം മതി, മെറിറ്റൊക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലുള്ള പല വികലമായിട്ടുള്ള ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പദമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ ഒരല്പം നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായെങ്കിലും തിരിച്ചടികൾ അദ്ദേഹത്തിന് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചടികളിൽ ഒന്നും പാഠം പഠിക്കാതെ വീണ്ടും പലപ്പോഴും ലഭിക്കുന്ന അവസരത്തിലെല്ലാം അദ്ദേഹം ഈ ജാതി 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 എന്നുള്ള മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഒരാശയം കൈക്കൊള്ളുമ്പോൾ, ആശയം കയ്യിലെടുക്കുമ്പോൾ, അതിനെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരാശയം സമൂഹത്തിൽ നടപ്പാക്കപ്പെടണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സ്വയം പിന്തുടരേണ്ട ഒരു ബാധ്യത ആ ആശയത്തിൻ്റെ പ്രചാരകനുണ്ട്. അടിസ്ഥാനപരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാളെ ആൻറ്റി സ്മോക്കിംഗ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുകയാണ്. ആരും പുകവലിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള പുകവലി നിയമം മൂലം നിരോധിക്കണം, പുകവലി സിഗരറ്റെല്ലാം നിയമം മൂലം നിരോധിക്കണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണവുമായി ഞാൻ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു അടിസ്ഥാന ഘടകം എന്നിലുണ്ടായിരിക്കണം. ഞാൻ പുകവലിക്കുന്നയാളാകരുത്, അല്ലെങ്കിൽ പുകവലി ഉപേക്ഷിച്ച ആളായിരിക്കണം. അത്രയും ഒരു മിനിമം മാന്യത, ഏറ്റവും ചുരുക്കം മാന്യത, ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യമാണ്. അത് എന്നിലുണ്ടാകണം. ആ ഒരു മാന്യത എന്നിൽ നിന്ന് എൻ്റെ ആശയം കേൾക്കുന്നവർ, അതിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു മാന്യതയും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് അത് പറയുവാനുള്ള കാരണം, ഈ ജാതി 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 അദ്ദേഹം പറയുന്നത് OBC-യിലും മറ്റ് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം, വാതായനങ്ങൾ തുറന്നു കൊടുക്കണം. അതെല്ലാം നരേന്ദ്രമോദി ചെയ്യണം. അത് നരേന്ദ്രമോദി ചെയ്യുന്നില്ല. നരേന്ദ്രമോദി RSSൻ്റെ മനുവാദപരമായിട്ടുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാമാണ് അദ്ദേഹം നിരന്തരമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകനും ചോദിച്ചു കണ്ടില്ല, പക്ഷേ അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് എന്ത് സംഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സിന് ഇപ്പോൾ ഭാരതത്തിലൊട്ടാകെ 3 മുഖ്യമന്ത്രിമാരാണുള്ളത്. ഒന്ന് കേരളത്തിൽ, ഒന്ന് ഹിമാചൽ പ്രദേശിൽ, ഒന്ന് കർണാടകത്തിൽ. ഈ 3 മുഖ്യമന്ത്രിമാരിലും തെലങ്കാനയിലുമുണ്ട് 4 പേർ. ഇത്തരത്തിൽ 4 സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാൾ മാത്രമേ OBC വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ, സിദ്ധരാമയ്യ. ആ സിദ്ധരാമയ്യയോട് ഈ കഴിഞ്ഞ ദിവസം DK ശിവകുമാറിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുവാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയും സിദ്ധരാമയ്യ ഏറെക്കാലം പൊരുതി നോക്കിയെങ്കിലും ഒടുവിൽ നിവർത്തിയില്ലാതെ രാജിവെച്ച് ഒഴിയുകയും ചെയ്തു. ഇപ്പോൾ രാജ്ദീപ് സർദേശായിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ പോലും രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് നേരിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് അദ്ദേഹത്തോട് ആരും ഈ കാര്യങ്ങൾ ചോദിക്കാറില്ല. അതിനുള്ള അവസരം അദ്ദേഹം നൽകാറുമില്ല. ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. അഥവാ പത്രസമ്മേളനം വിളിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചോദ്യം ഉയർന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഒന്നെങ്കിൽ എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചയാളുടെ ജാതി ചോദിക്കുക എന്നുള്ളതായിരിക്കും. രാജ്ദീപ് സർദേശായിയെ പോലുള്ളവർ ഞാൻ എടുത്തു പറഞ്ഞത്, രാജ്ദീപ് സർദേശായി എല്ലാ കാലങ്ങളിലും രാഹുൽ ഗാന്ധിയെ കഴിയുന്നത്ര രീതിയിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ്. രാജ്ദീപ് സർദേശായിയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വിഷയം ആദ്യമായി കയ്യിലെടുത്തതും ചൂണ്ടിക്കാട്ടിയതും. കാരണം കോൺഗ്രസിൻ്റെ ഏക OBC വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധരാമയ്യ. ആ സിദ്ധരാമയ്യയോട് രാജിവെക്കുവാൻ പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള OBC-ക്കാർക്കും SC/ST-ക്കാർക്കും ഉന്നമനം വേണം, അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്കുള്ള
വാതായനങ്ങൾ സുഗമമായി തുറന്നു കൊടുക്കപ്പെടണം എന്നുള്ള ആവശ്യങ്ങളുമായി രാഹുൽ ഗാന്ധി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ, അത്തരത്തിലുള്ള ആശയപ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം, അല്ലെങ്കിൽ അതിന് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്നുള്ള ചോദ്യം രാജ്ദീപ് സർദേശായി പോലും ഉയർത്തുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി കയ്യിലെടുക്കുന്ന, അദ്ദേഹം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ഭാവിക്കുന്ന ആശയങ്ങളുടെ പൊള്ളത്തരമാണ്. അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ്. അത്തരത്തിലുള്ള ആത്മാർത്ഥതയില്ലായ്മ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാം. അടിസ്ഥാനപരമായിട്ട് 2004 മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ താങ്ങി നിർത്തിയിരുന്ന DMK എന്ന സഖ്യകക്ഷിയോട് കോൺഗ്രസ് തമിഴ്നാട്ടിൽ കാണിച്ച വിശ്വാസവഞ്ചന, അത് മുരശലിയിലൂടെ ഒരു ലേഖനമായി തന്നെ അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുന്ന മറ്റ് വിമർശനങ്ങളും ഈ കഴിഞ്ഞ ദിവസം തന്നെ തത്വമയി വിശദമായി തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയപ്രചരണത്തിൻ്റെ പിന്നിലുള്ള ഒരു ദുഷ്ലാക്കും പ്രേക്ഷകരൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ട് SC/ST വിഭാഗത്തിൽപ്പെട്ടവരെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെയോ, സാമ്പത്തികമായിട്ടാകട്ടെ ഒരു സാമൂഹികപരമായിട്ടാകട്ടെ, അത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളൊരു ത്വര, അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ പിന്നിലില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ടിറങ്ങുന്നതിൻ്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം കൃത്യമായിട്ടും കാലാകാലങ്ങളായി ഭാരതത്തിന് പുറത്തുള്ള ക്രിസ്ത്യൻ മിഷണറിമാരും ഡീപ് സ്റ്റേറ്റും ഉൾപ്പെടെയുള്ള ശക്തികൾ തിരിച്ചറിഞ്ഞ ഒരു ശക്തിയാണ്. ഭാരതത്തിലെ ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ ഭാരതത്തിൽ സൃഷ്ടിക്കുവാൻ സാധിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവ് രാഹുൽ ഗാന്ധിയുടെ പിന്നിലുണ്ടെന്ന് കാലാകാലങ്ങളായി രാഹുൽ ഗാന്ധിയുടെ വിമർശകർ ആരോപിക്കുന്ന ശക്തികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, അല്ലെങ്കിൽ അവർ ആ തിരിച്ചറിവിൽ നിന്ന് ഉരുവാക്കിയെടുത്ത ഒരു ആശയത്തിൻ്റെ പ്രചാരണം മാത്രമാണ് അവരുടെ കളിപ്പാവയായ രാഹുൽ ഗാന്ധി ഭാരതീയ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഈ ഒരു ജാതി എന്ന് സ്ഥിരമായി മന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം. അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥതയുണ്ടെന്നോ, അല്ലെങ്കിൽ ആ ആശയത്തിന് വളരെ നിറവുണ്ടെന്നോ ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നിഷ്കളങ്കർ ലോകത്ത് അധികമുണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയുവാനുള്ളൂ. പക്ഷേ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ചോദിച്ചത് രാജ്ദീപ് സർദേശായി ആയതുകൊണ്ട് മാത്രം ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാകുന്നില്ല. ഇത്തരത്തിൽ ജാതി എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന, മന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന, സ്വപ്നത്തിൽ പോലും ജാതി കാണുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഏക OBC-കാരനായ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി ജനറൽ കാറ്റഗറിയിലുള്ള DK ശിവകുമാറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു? അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ സുഗമമായ വാതായനങ്ങൾ സുഗമമായി ഇത്തരം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മുൻപിൽ തുറക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയമുണ്ടല്ലോ, അതിൻ്റെ പൊള്ളത്തരം രാജ്ദീപ് സർദേശായി പോലും പ്രേക്ഷകരുടെ മുൻപിൽ തുറന്നു കാട്ടിത്തുടങ്ങി. രാജ്ദീപ് സർദേശായി തുറന്നു കാട്ടിത്തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലാക്കി തുടങ്ങിയെന്ന് പറയാത്തത്, രാജ്ദീപ് സർദേശായിയെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ പിന്നിലുള്ള പൊള്ളത്തരവും ആത്മാർത്ഥതയില്ലായ്മയും നേരത്തെ തന്നെ അറിയാം, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ. പക്ഷേ തുറന്നു കാട്ടപ്പെടുന്നത് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിൻ്റെ ശക്തി തീർത്തും ദുർബലമായി എന്നുള്ള തിരിച്ചറിവ് രാജ്ദീപ് സർദേശായിയെ പോലുള്ള വ്യക്തികൾക്ക് ഒടുവിലുണ്ടായി, വൈകിയാണെങ്കിലും ഉണ്ടായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇത്തരത്തിലുള്ള വിരൽ ചൂണ്ടലുകൾ രാഹുൽ ഗാന്ധിക്ക് നേരെ രാജ്ദീപ് സർദേശായിയെ പോലുള്ളവർ നടത്തുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് നേരത്തെ ഇക്കാര്യങ്ങൾ അറിയാം. പ്രേക്ഷകരെന്തായാലും ഭാരതത്തിൻ്റെ ഒരു ജനതയെ സംബന്ധിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അവരൊരിക്കലും ബുദ്ധിയില്ലാത്തൊരു ജനസമൂഹമല്ല. ഒരുപക്ഷെ കാര്യങ്ങളിങ്ങനെ മര്യാദയ്ക്ക് നടന്നു പോകുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് ഒഴിവാക്കി വിടുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുഷ്ലാക്കോടുകൂടിയുള്ള പ്രചരണങ്ങളെ അവഗണിച്ച് കടന്നു പോകുന്ന തരത്തിൽ ശീലിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളൊരു ജനതയാണ്. പക്ഷേ അവരൊരിക്കലും ബുദ്ധിയില്ലാത്തവരല്ല. ഒരു പരിധിക്ക് മുകളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ പ്രചാരണം എത്തുമ്പോൾ അവർ കൃത്യമായ പ്രതികരണം നടത്താറുണ്ട് കാലങ്ങളായി. അത് ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. കാലാകാലങ്ങളായി ഒരു പതനമുണ്ടാകുമ്പോൾ പൂർവാധികം ശക്തിയോടെ ഉയർത്തെണീറ്റ ചരിത്രമാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, ആ ചരിത്രം ഭാരതത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്
പുരാതനമായിട്ടുള്ള പല സംസ്കാരങ്ങളും തീർത്തും അധിനിവേശ ശക്തികളാൽ നശിപ്പിക്കപ്പെട്ടു പോയിട്ടും അധിനിവേശ ശക്തികളെ എല്ലാം ചെറുത്തു തോൽപ്പിച്ച് കാലാകാലങ്ങളിൽ ഉണ്ടായ വീഴ്ചകളിൽ നിന്നെല്ലാം പൂർവാധികം ശക്തിയോടെ ഭാരതം ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്, ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന സംഭവം അല്ലെങ്കിൽ ഒരു ആവർത്തനം, ആ ചരിത്രത്തിൻ്റെ ഒരു അവസാനത്തെ ആവർത്തനമുണ്ടായത് 2014 കോൺഗ്രസിനെ തീർത്തും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഭാരത ചരിത്രത്തിൻ്റെ. അത്തരത്തിലുള്ള തിരിച്ചുവരവുകൾ ശീലമാക്കിയ ഭാരതത്തിന് രാഹുൽ ഗാന്ധിയുടെ ഈ ആശയപ്രകടനങ്ങളൊന്നും അല്ലെങ്കിൽ പ്രചാരണങ്ങളൊന്നും ദീർഘകാലത്തേക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഒരു ഹ്രസ്വകാലത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഞാനും നിങ്ങളും ഇന്നത്തെ അവസ്ഥയിൽ ഒരു പക്ഷേ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കും. കാരണം ഇത്തരം കുത്തിത്തിരിപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊള്ളുമ്പോൾ ഹ്രസ്വകാലത്തേക്ക് അതിനുള്ള ഫലങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങളെ വിമർശിച്ച് അതിനെ ഇല്ലാതാക്കേണ്ടത്, സംവാദങ്ങളിലൂടെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.